ശരണ്യ എന്തോ മുണ്ട് മടക്കിയാണോ ആടിപ്പാടി നിന്നാണോ മുണ്ട് മടക്കണ്? ആ 4 മണിയാകുമ്പോ 4 മണിക്ക് മുമ്പ് മുണ്ടൊക്കെ മടക്കണ്ടേ? പിന്നെ അതൊക്കെ പോട്ടെ, ഞാനിപ്പോൾ വന്നതേ നമ്മൾ ഈ 4 മണിക്ക് ചായയുടെ കൂടെ എന്നാണ് കടിക്കാൻ? നമുക്ക് വീഡിയോയൊക്കെ ചെയ്യണ്ടേ? കട്ടൻ കാപ്പി അതിൻ്റെ കൂടെ എന്തെങ്കിലും കടിക്കാനുണ്ടാകുമോ? അപ്പോൾ വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഓർത്തത്. വടി പോലെ നിൽക്കുന്നത് അമ്മ പശ മുക്കിയിട്ട് അമ്മ ചവ്വരിയിട്ട് പശ കലക്കി മുണ്ട മുക്കും. എന്നാ ചവ്വരിയാ? അതിന് ചവ്വരി കൊണ്ട് ഞാൻ ചോദിച്ചത് എന്നാ, ഇന്ന് കാപ്പിക്ക് കടിക്കാൻ എന്നെങ്കിലും ഇണക്കി തരുവാന്നാണ് ചോദിച്ചത്. എന്നാ ചവ്വരി ഇരിപ്പുണ്ട്. ആ ചവ്വരി കൊണ്ട് ചായയുടെ കൂടെ കടിച്ചു കൂട്ടാൻ. പിന്നെ എന്റെ പൊന്നെ ചവ്വരി അവിടെ ഇരിപ്പുണ്ട്, അത് ഞാൻ കേട്ട്. ചവ്വരി കൊണ്ട് പായസം ഇണക്കുവാ? നല്ലതാണോ? ഇത് മുണ്ട് ഞാൻ മടക്കണ? താഴെ മുട്ടുവാ? താഴെ മുട്ടാതെയൊക്കെ മടക്കിയാണ് അല്ലേ? അപ്പൊ അത് പോട്ടെ, നമ്മുടെ ചവ്വരി പായസം എന്നാ ചെയ്താലോ? എന്നാ ഇന്ന് ചായ വേണ്ട, നമുക്ക് പായസാക്കാം. അല്ല ചായ അല്ല, ഞാൻ കട്ടൻ കാപ്പി കുടിക്കല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് ചവ്വരി പായസം വെച്ചേക്കാം. ശരണ്യ ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് അല്ലേ? അപ്പൊ വാ നമുക്ക് അടുക്കളയിലാട്ട് പോയേക്കാം. ശരണ്യ എന്നടിക്കാണ്? ചവ്വരിയാ? അല്ലേ ചവ്വരി ഇനി വെള്ളത്തിട്ട് കുതിരണോ? ആണോ? വേണ്ട കൂട്ടുകാരെ, ഇച്ചിരി ചവ്വരി എടുത്ത് ഇത്ര മതിയാ പായസത്തിന്? അപ്പൊ അങ്ങനെ ശർക്കരയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെന്തരിക്കാണ് ഇനി വെള്ളം എടുക്കാൻ പോണം? അങ്ങനെ വെള്ളം എടുത്ത് ഒഴിച്ച് ഇനി ഇത് കുതിരണം അല്ലേ? അതെ അതെ അതെ, ഒന്ന് പാനിയാക്കിയൊക്കെ എടുക്കും. ശരണ്യ ആ ശർക്കര അതിൽ നിന്ന് പോന്നില്ലേ? ഒന്ന് ഇളക്കി നോക്കിക്ക്. ഇതെങ്ങനെ കയറ്റി? ഒന്ന് കുടഞ്ഞ്. ശർക്കര വന്നില്ലല്ലോ. അച്ഛനെ ആരാണ് കൂട്ടുകാര് ഇപ്പൊ വന്നിട്ട് കൂട്ടുകാരുമായിട്ട് എങ്ങാണ്ട് വന്നല്ല, അത് തിരിച്ചു വെച്ചിട്ടാ. അപ്പൊ ഇനി ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം അല്ലേ? ശർക്കര തല്ലി പൊട്ടിച്ചിട്ട് പിന്നെ ഇന്ന് അടിപൊളിയായിട്ടൊക്കെയാണല്ലോ നിൽക്കണം. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സൂപ്പറായിട്ട്. പിന്നെ ഞാനെന്നാ അച്ഛൻ എങ്ങോട്ട് പോകണമെന്നൊന്ന് നോക്കിയിട്ട് വരട്ടെ. ഞാൻ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരനും കൂടി ഒറം വരെയും പോയി. അങ്ങനെ ശർക്കര ശരണ്യ പാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ നമ്മുടെ ഇത് കുതിർന്ന 1 മണിക്കൂർ മുമ്പ് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂറായ നമ്മളിട്ടിട്ട്? അപ്പൊ കുതിർന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശർക്കരയും പാനിയായിട്ടിരിക്കുകയാണ് അല്ലേ? ശർക്കരയൊക്കെ അടിപൊളിയായില്ലേ? അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റാം കേട്ടോ. ഊറ്റി കഴുകണം. കഴുകിയാ? ശരണ്യ എന്തോ പായസായില്ലേ? ആ പാലെടുത്ത് വേണം പായസാക്കാൻ.
അത് ശരി. ഞാനിത് ആദ്യമായിട്ട് അടിക്കണല്ലോ. അല്ല അതുമ്പോഴാണോ വെക്കണത്? ഇതാകുമ്പോ പെട്ടെന്ന് വെന്ത് കിട്ടും. ആ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി. കണ്ടാ അമ്മ ഇന്ന് നല്ല അല്ലേ പുത്തൻ നൈറ്റിയൊക്കെ ഇട്ട് അല്ലേ? അതെ, നമ്മളെ മമ്മ അയച്ചു തന്ന നൈറ്റിയാണ്. അതുപോലെ ശരണ്യം അല്ലേ? അതെ. പിന്നെ ഞാനിത് ആദ്യമായിട്ട് അടിക്കണ കേട്ടോ. സൂപ്പറാ. ഞാൻ വെച്ചിട്ടില്ല, കഴിച്ചിട്ടുമില്ല. നമ്മുടെ കൂട്ടുകാർ കൊറേ നാള് പറയുന്നു ചവരി പായസം വെക്കണം, ചവരി പായസം വെക്കണം. നമ്മളെ ഒരു കൂട്ടുകാർ പറഞ്ഞല്ല എന്താണ് ചേന അച്ചാറ്. അതെ അതെ അതെ. അപ്പൊ ഒരു കാര്യം അതുപോലെ ശരണ്യ ഒത്തിരി പേരെടുത്ത് പറയണമെന്ന് ഇന്നലെ കമന്റ് ഇട്ടായിരുന്നു. എല്ലാവർക്കും കൂടി ഒരു ഹായ് കൊടുത്ത്. ഹായ്. പിന്നെ മുണ്ട് മുക്കാൻ നേരത്ത് ചവരി ഉണ്ടാവുക. വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനി വെന്ത് വന്നല്ലേ? അപ്പൊ കൂട്ടുകാരെ ചവോരി അങ്ങനെ വെള്ളത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വേവിക്കാൻ. കത്തുന്നുണ്ടോ ശരണ്യ? ആ കത്തുന്നുണ്ട്. എന്നാ അത് വേഗട്ടെ അല്ലേ? ആ നേരത്ത് കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് പുളി ഇച്ചിരി വറക്കണം. പിന്നെ ഇതും വേണ്ടേ? തേങ്ങ പാലൊഴിക്കുകയല്ലേ? വേണം. അപ്പൊ അമ്മക്ക് പണിയുണ്ട്. തേങ്ങാ ചിരണ്ടല്ലേ? നമ്മള് പായസം വെച്ച് കഴിയുമ്പോ അച്ഛൻ വരുവായിരിക്കും. എന്നാ വാ നമുക്ക് ബാക്കി പണിയില്ലാട്ട് പോവാം. ശരണ്യ ഇരുന്നുണ്ടൊക്കെയാണോ ചെയ്യുന്നത്? അല്ലേ അത് ഈ സ്റ്റൗവിലല്ല ഞല്ല അത് കാരണം ആണല്ലേ? ഇച്ചിരി വേകാനുണ്ടല്ലേ? അപ്പൊ അത് വേകട്ടെ. അമ്മ തേങ്ങ പൊട്ടിച്ച് ചെരുണ്ടാൻ പോകും. നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട് ശരണ്യ. ഞാനിപ്പോ വാദിക്കാന്നാ വന്നെ. എന്നാ ഇത് വേകട്ടെ കേട്ടാ. ശരണ്യ എന്തായി നമ്മുടെ പായസമൊക്കെ വെന്താ? പായസം അല്ല ഇത് ചവോരി. ചവോരിയൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ശർക്കര ഒഴിക്കാൻ പോവുകയാണ്. അപ്പൊ അരിച്ചു വെച്ചതാണല്ലേ? ഒന്ന് തിരിച്ച് പിടിച്ചൊഴിച്ച് എന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ക്യാമറയിലൊക്കെ. അപ്പൊ അങ്ങനെ ഈ കളറായല്ലേ? ഇത്ര മതി മധുരം. മധുരം ഇതൊക്കെ മതി. അടിപൊളി. ഒരു തുള്ളി ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനല്ലേ? പിന്നെ ഇനി എന്നാണ് ഇതിലൊക്കെ ചേർക്കുന്നത്? ഏലക്കായാണോ അത്? ആണോ? നമുക്ക് ജീരകം വേണ്ടല്ലോ. ഞാനേ ഒരു കാര്യം ചെയ്യാം. ഏലക്ക പൊടിച്ചത് ഇല്ല. അപ്പൊ നമുക്ക് ഏലക്ക കഷ്ണം ഇടാം. ഏലക്ക പൊടിക്കാത്തതുണ്ട്. അതൊന്ന് തല്ലി പൊട്ടിച്ചോണ്ട് പോവാം. പൊടിച്ചിട്ടാലും മതി. നമുക്കൊരു മണം കിട്ടാൻ വേണ്ടിയല്ലേ? ശരി ശരി. അങ്ങനെ ഏലക്കായ ഇട്ട് അങ്ങനെ ശരണി ഏലക്കായൊക്കെ കീറി ഇട്ടിട്ടുണ്ട്. ഇനി എന്നാണ് ശരണി? നമ്മള് തേങ്ങ വെച്ചില്ല. ഞാൻ തേങ്ങ പാലിനാക്കിയില്ല. ഞാൻ അത് അങ്ങോട്ട് വെച്ച് അരച്ചു. മിക്സിയിൽ വെച്ച് അരച്ചങ്ങോട്ട് ചേർക്കാം. അപ്പൊ അതാണ് തേങ്ങാപ്പാല് കയ്യിൽ. നമുക്കിത് കുറച്ച് ചേർക്കാം. എല്ലാരും പാലാക്കിയാണ് ചേർക്കണം. ഞാൻ തേങ്ങ കളയണ്ടെന്ന് ഓർത്തിട്ട് നമ്മളെന്നും ചെയ്യുന്ന പോലെ അരച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച്. പിന്നെ കൂട്ടുകാരൻ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ പശുപ്പാൽ ഒഴിച്ച് ഇത് പിരിഞ്ഞു പോകും. ശനി ആദ്യം പറഞ്ഞായിരുന്നു പശുവും പാലും പറഞ്ഞായിരുന്നു. ഞാനത് പെട്ട ചായയുടെ രീതിയിൽ പറഞ്ഞു പോയി. അപ്പൊ തെറ്റുണ്ടോ? ഇപ്പൊ പായസത്തിന്റെ സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടാ. എന്നാ അത് ചൂട് ഒഴിച്ചേരി. അതൊഴിച്ചേരി. അങ്ങോട്ട് ഒഴിച്ചേരി. പിന്നെ അത് ബാക്കി വെച്ചിട്ട് എന്തിനാ? ഇതോ കറിയില്ല. മീൻകറിയോ ചാറ് കറിയോ വേണ്ട ഇതിലേക്ക് കിടക്കട്ടെ. ഇപ്പൊ ഭംഗി തോന്നുന്നില്ലേ? അതെ അതെ അതെ.
പിന്നെ ആ ഇരിക്കുന്നതൊക്കെ ഒന്ന് കൂട്ടുകാരെ പരിചയപ്പെടുത്തി കൊടു. കുട്ടികളെ ചെറിയ തീയിൽ ഒത്തിരി തിളക്കല, ചിലർക്ക് തിളക്കാവുള്ളൂ. എനിക്ക് കാണിച്ചു തരാം. ഇപ്പൊ കുട്ടികളെ ഞാൻ ചെള്ളെടുത്ത് വെച്ചിട്ടുണ്ട്, 3-4 കഷ്ണം മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം നെയ്യാത്ത പരിപാടി നമുക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ അപ്പൊ നമ്മൾ നെയ്യ് കൊണ്ട് അപ്പൊ ഇത് തിളച്ചു. അപ്പൊ ആ നേരത്തെ നമുക്ക് ഇപ്പുറത്ത് വെച്ച് നമ്മുടെ ചെയ്യാം. അപ്പൊ അതിനുള്ള പാത്രം എടുത്തോണ്ട് വരാൻ കൂട്ടുകാരൻ. അത് പറ്റിയാ ശരണ്യ? അപ്പൊ ഇത് തിളച്ചു. തിളക്കേണ്ട കാര്യമില്ല, ഒത്തിരി തിളച്ചാൽ നീ എന്തോരം ഇത് പോയാവും. ടേസ്റ്റ് മാറും. നിർത്തിയിടാം. ഇനി ഇതേ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ടല്ലോ. വെച്ചിട്ടുണ്ട്. ചട്ടിയിലാട്ട് നെയ്യൊഴിച്ച്. സ്വന്തം നെയ്യ് വേണം. ചന്യ നെയ്യ് ചൂടായല്ല. നെയ്യ് ചൂടായി. അപ്പൊ ഈ പായസം വെക്കുമ്പോ ചന്നിക്ക് ഒരു പാട്ട് പാടാറുണ്ടല്ലേ? എന്റെ പോലെ എപ്പോഴെപ്പോഴും പാട്ട് പാടണം പറഞ്ഞ് ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടത്തൊന്നുമില്ല. ഇല്ലേ? അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്താണ് ആദ്യം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കാരണം തേങ്ങാക്കൊത്തിന് നല്ല മൂപ്പുണ്ട്. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് ആദ്യമായിട്ട് ആ തവി തന്നെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാരണം വേറെ തവി എടുത്തിട്ട് ഇളക്കി. അതുകൊണ്ടാണല്ലേ. കൂട്ടുകാരോർക്ക് ഇപ്പം എന്താണ് അച്ഛൻ വന്നെന്ന് പറഞ്ഞിട്ട് അച്ഛനെയും കാണിക്കുന്നില്ല, അമ്മേനെയും കാണിക്കുന്നില്ല. പക്ഷെ അച്ഛനും അമ്മയും കൂടി വീണ്ടും പാക്കിങ്ങിന് കയറി. അതെ പാക്കിങ്ങിലേക്ക് കയറി. അപ്പോൾ കണ്ട അങ്ങനെ തേങ്ങ വറുത്തണ്ടിരിക്കുകയാണ്. ശരണ്യ ഒരു രക്ഷയില്ല നെയ്യിൽ വറുക്കണേൻ്റെ സ്മെല്ല് അടിച്ചിട്ട് സൂപ്പർ. ആ നെയ്യിൽ വറുക്കുമ്പോൾ തന്നെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഇവിടെ പായസം വെക്കാൻ തുടങ്ങിയെന്ന്. ഇനി എന്നാണ് ശരണ്യ രമണ അതെല്ലാം കൂടി ഇടാൻ പോകും. കാരണം എന്താ തേങ്ങയ്ക്ക് ചെറിയ മൂപ്പ് മതി. മുന്തിരിങ്ങ ഇതെല്ലാം കൂടെ ഇടാം. ഇടാം. അപ്പം അങ്ങനെ ഇത് കിടന്ന് ഒന്ന് മൂക്കട്ടെ അല്ലേ? മുന്തിരിയൊക്കെ വീർത്ത് വരും. അടിപൊളിയായിട്ടുണ്ടല്ലോ. നന്നായിട്ട് മുന്തിരിയൊക്കെ അങ്ങോട്ട് വീർത്ത് വരാൻ തുടങ്ങിയല്ല ശരണ്യ? മുന്തിരി മൂപ്പിക്കണതല്ലേ? വീർത്ത് വന്നു. എള്ളു ഇടണം. ഞാനത് മറന്നുപോയിരിക്കുകയായിരുന്നു. ശരണ്യ പിന്നെ മറക്കിയല്ല. അതെ അങ്ങനെ പായസത്തിലായിട്ട് ആ തവി മാറ്റാം, അല്ലെങ്കിൽ അത് മേത്ത് വീഴുക. തവി അടിപൊളി സൂപ്പറാണ് കേട്ടാ. ഇനി അത് രണ്ടാം കിട്ടുക. തവി ഞാൻ അങ്ങോട്ട് മാറ്റിയേക്ക് കാണിച്ചു തരാം അല്ലേ? എന്താ പായസം കണ്ട? അടിപൊളി. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ പായസമാണ് കേട്ടോ ശരണ്യ. അവിടെ നിന്ന് പറയുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല നമുക്ക് ഗ്ലാസ്സിലാക്കി കൊടുക്കാം. അതേ വന്ന് മണം വന്നവിടെ. ഞാൻ പുറത്തുനിന്ന് നല്ല പായസത്തിന് അടിപൊളി പായസം കുടിക്കാം. അപ്പൊ നമുക്ക് ഗ്ലാസ്സിലാക്കി കുടിക്കാം. കുടിക്കണേ കൂടി കാണിക്കാം. എപ്പോഴും പറയണത് നിങ്ങൾ ഇണക്കുന്നതേ കാണിക്കുന്നുള്ളെന്നാ. പിന്നെ കൂട്ടുകാരെ ഇതേ പായസമായിട്ട് ഇതേ ശരണ്യ വന്നു. എന്താ കണ്ണപ്പനുണ്ട്, അതുപോലെ അച്ഛൻ ശരണ്യതേ പായസം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അമ്മേ അവിടെ ഇരി. വാവുള്ളിയാ എൻ്റെ അത് എവിടെ? ആ മുഖം ഒന്ന് കാണിച്ച്. എല്ലാരും പായസം കുടിക്കാൻ തുടങ്ങി.
ആദ്യം വാ പൊള്ളിയെങ്കിലും കൊള്ളാല്ലേ, സൂപ്പറാ. അപ്പോൾ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അച്ഛൻ ഇന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ കൂട്ടുകാരെ ഞങ്ങളുടെ ഈ വീഡിയോ ഇത്ര വേള് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ.